സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതും ഒക്കെ സാധാരണയാണ്. ചിലപ്പോൾ പുതിയ ആൾ മുമ്പത്തെ ആളെക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും. എന്നാൽ മറ്റു ചിലപ്പോഴൊക്കെ നേരെ തിരിച്ചും സംഭവിക്കാം. പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെയും വരാം. അത്തരത്തിൽ ഒന്നാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിൽ സംഭവിച്ചത്. നേരത്തെ പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ എന്ന അന്യഭാഷാ നടി മാറുകയും പകരം റബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് പിന്നീട് റബേക്ക നേരിട്ടത്. രേവതിയായി ഗോമതി പ്രിയ മാറിയപ്പോൾ തന്നെ എല്ലാവരും ഇനി ആ സീരിയൽ കാണില്ല, ബഹിഷ്കരിച്ചു. രേവതിയും സച്ചിയും തമ്മിലുള്ള ബോണ്ടിനെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. റബേക്കയ്ക്ക് ആ സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടർ ചേരുന്നില്ല എന്ന് നമുക്ക് ആ സീരിയൽ കാണുമ്പോൾ തോന്നാറുമുണ്ട്. പ്രേക്ഷകർ പലതവണ പല ഗ്രൂപ്പുകളിലും പോസ്റ്റുകളിലൂടെയും കമന്റുകളിലൂടെയും ഒക്കെ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. കാരണം രേവതി ഒരു നിഷ്കളങ്കയായ നാട്ടിൻ പുറത്തെ ഒരു പെൺകുട്ടിയാണ്. എന്തുകൊണ്ടോ റബേക്കയ്ക്ക് ആ ക്യാരക്ടർ ചേരുന്നില്ല. കാരണം റബേക്ക അതുവരെയും നമ്മുടെ മനസ്സിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. കസ്തൂരിമാൻ എന്ന സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രം ഒരു വലിയ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ കാവ്യയായിട്ട് ഇന്നും പ്രേക്ഷകർക്ക് റബേക്കയെ ഇഷ്ടമാണ്. എന്നാൽ ഈ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയായിട്ട് മാറാൻ എന്തുകൊണ്ടോ റബേക്കയ്ക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഒരു നായിക മാറിയതിന്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളിയാണ് റബേക്കയ്ക്ക് കിട്ടുന്നത്. ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം പേജ് എല്ലാത്തിലും റബേക്കയെ ചീത്ത വിളിക്കുകയാണ്. അതേസമയം മുൻപത്തെ നായികയുടെ അക്കൗണ്ടിൽ ചെന്ന് തിരിച്ചു വരൂ എന്നും പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലെ നായികയായ ഗോമതി പ്രിയ മാറി റബേക്ക വന്നപ്പോഴാണ് ഈ ചീത്തവിളി തുടങ്ങിയത്. ഒരു സീരിയൽ നായിക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്ന് നിരവധി പേർ കുറിപ്പുകളിൽ പറയുന്നുമുണ്ട്. എന്നാൽ രേവതിയായി ഗോമതി പ്രിയ മടങ്ങി വരും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം റബേക്കയ്ക്ക് ഒരു അവാർഡ് ലഭിച്ചിരുന്നു. അതിന് താഴെ നിരവധി പേര് വിമർശനവുമായി എത്തിയിട്ടുണ്ട്. ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവയ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റബേക്ക ഒരു കുറിപ്പ് പങ്കുവച്ചത്. ഇനിയും ആ ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാൽ ആകും വിധം ഭംഗിയാക്കാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു. രേവതി ആവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയെ സ്വീകരിച്ച പ്രേക്ഷകർ, സപ്പോർട്ട് തന്ന ചാനൽ എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് റബേക്ക കുറിപ്പ് പങ്കുവച്ചിരുന്നു. പിന്നാലെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയിരുന്നത്. തുടക്കമുള്ള രേവതിയായിരുന്നു നല്ലത്. ഈ അവാർഡ് കിട്ടേണ്ടത് പ്രിയക്കല്ലേ? അധികം പറയാനില്ല, ഉളുപ്പ് വേണം. എന്തോ കാണിച്ചിട്ടാണോ ഈ അവാർഡ് കിട്ടിയത്? ഈ അവാർഡ് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ചേച്ചി, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ അവാർഡിന് എന്തെങ്കിലും അർഹത തനിക്കുണ്ടോ? കഴിഞ്ഞ 8 മാസത്തെ കഷ്ടപ്പാട് കൊണ്ട് പ്രിയയല്ലേ ഈ രേവതിക്ക് ജീവൻ നൽകിയത്? അപ്പോൾ ശരിക്കും ഈ അവാർഡിന് അർഹ പ്രിയ തന്നെയാണെന്നാണ് പ്രേക്ഷകരൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള വിമർശനങ്ങളും കമന്റുകളും ഒക്കെ എത്തുന്നത് കൊണ്ട് തന്നെ രേവതി സീരിയലിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്.